ജയം രവി, മലയാളികൾക്ക് ജയൻ രവിയാണ് ഇന്നും എപ്പോഴും, അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ പേരൊക്കെ മാറ്റി ഈ ഇടയ്ക്ക് രവി മോഹൻ എന്നാക്കി. പേഴ്സണൽ ലൈഫിലുണ്ടായ ഒരുപാട് വിഷയങ്ങളാണ് ഈ ഒരു ആക്ടറിനെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചെന്നുള്ളത് ഇന്നലത്തെ പത്രസമ്മേളനം കണ്ടതോടുകൂടി എനിക്ക് മനസ്സിലായി. എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ പേര് തെറ്റിച്ച് പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ആ ഒരു പടത്തിൽ നിന്നാണ് എനിക്ക് ഈ മനുഷ്യനെ ഒരു ഭയങ്കരമായിട്ടുള്ള എൻ്റെ മോനെ, ആ ഒരു 90s കിഡ് എന്നുള്ള നിലയ്ക്ക് ആ പടവും ഇങ്ങരുടെ ആക്ടിങ്ങും അസിനും അതൊരു വേറെ വൈബായിരുന്നു ആ പടം. അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാടധികം സിനിമകളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് കിട്ടിയ ഒരു തരം ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ആക്ടറിനോട് തോന്നുന്ന ഒരു വാവ് ഫീല്, അത് വേറെ ഒന്നിനും എനിക്ക് ഇങ്ങനത്തെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഫാക്ട്. ഈ അടുത്ത് പേർളി മാണിയുടെ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പ്രൊമോഷൻ്റെ ഭാഗമായി വന്ന സമയത്തും ഇങ്ങനെ ഒരു ഭയങ്കര മാസീവ് ഇഷ്യൂ പേഴ്സണൽ ലൈഫിലുള്ളതായിട്ടുള്ളൊരു ഫീലിംഗ് ഒന്നും അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തമിഴ്നാട്ടിലൊരു ആക്ടറിൻ്റെ ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി വിഷയമൊന്നും മലയാളികൾക്ക് അത്രത്തോളം അറിയണമെന്നില്ല, നമ്മളടുത്തേക്ക് എത്തണമെന്നില്ല. ഈവൻ ദോ ജയം രവി വെരി ഫേവറേറ്റ് ആണ് മലയാളികൾക്ക്. ബട്ട് ഇന്നലത്തെ ആ ഒരു ജയം രവിയുടെ പത്രസമ്മേളനം, ആ ഒരു പ്രസ് മീറ്റ്, അത് സത്യത്തിൽ ഞാൻ ഭയങ്കര ബ്രോക്കായിപ്പോയി കണ്ടിട്ട്. ഒരു മകൻ, ഒരു അച്ഛൻ, ഒരു ഏട്ടൻ, ഒരു അനിയൻ, ഒരു ആൺകുട്ടി, ഒരു ആൺ ലൈഫിൽ സർവ് ചെയ്യുന്ന പല പൊസിഷൻസ് ഉണ്ട്. ഓക്കെ, ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അവർ ചെയ്യുന്ന പല കാര്യങ്ങൾ, സാക്രിഫൈസ് ആണെങ്കിലും അവർ ചെയ്യുന്ന അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിലും അതൊന്നും ഓഡിറ്റ് ആവാറില്ല. ജനങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ എപ്പോഴും അമ്മയുടെ സ്നേഹം, അമ്മയുടെ കരുതൽ വേണം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അച്ഛൻ്റെ സ്നേഹം, അച്ഛൻ്റെ കരുതൽ, അച്ഛൻ്റെ കെയർ, അച്ഛൻ്റെ പ്രൊട്ടക്ഷൻ, അതൊന്നും എടുത്ത് പറയുന്ന ഒരു സൊസൈറ്റിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ജെന്യുവിനായിട്ട്, ഭയങ്കര ഒറിജിനലായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക്, അതും ആണുങ്ങൾക്ക് വലിയ വിലയൊന്നും കിട്ടാറുമില്ല. അപ്പോൾ ഈ ഒരു ജയം രവി ലൈഫ് ഇഷ്യൂ വിഷയം, ഇതിൽ നമുക്ക് ആദ്യം ജയൻ രവിയിലും പിന്നെ മലയാളികൾക്ക് അറിയാം. അടുത്ത ജയം രവിയുടെ ഭാര്യ ആർതി രവി, അവരെ നിങ്ങളൊന്ന് അറിയണം. ഖുഷ്ബു, ആക്ട്രസ് ഖുഷ്ബുവിനെ നിങ്ങൾക്കറിയാം, അതിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ ഒരാളുള്ളത് കനീഷ, ഷീസ് എ സിംഗർ, ആർട്ടിസ്റ്റാണ്. കനീഷ, ജയം രവി, ആർതി രവി, ഇവർ 3 പേരുടെ ഇടയിലാണ് ഈ ലൂപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നലെ മനസ്സിലായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മര്യാദയ്ക്ക് പോകുന്നൊരു ജീവിതം, ആ ജീവിതത്തിലേക്ക് ഡിവോഴ്സ് ഒരു വില്ലനായി കടന്നു വരികയാണ്. ഡിവോഴ്സ് എപ്പോഴും ഒരു സെക്കൻഡ് ചാൻസ്, ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയൊരു ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് കാണേണ്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറി അതെപ്പോഴും ഒരു 99% ഒരു വില്ലൻ പരിവേഷത്തിലാണ് ഈ ഡിവോഴ്സ് കയറി വരാറ്. അങ്ങനെ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നു, അതിൽ അഡൽട്ടറി വരുന്നു, അങ്ങനെ വിഷയങ്ങളാവുന്നു. അത് കേസും കൂട്ടവും വിഷയങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതിങ്ങോട്ട് ആകെ നാറ്റി ആ വിധത്തിലായി. ജയൻ രവി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എവിടെയും ഈ മനുഷ്യനെ ഇങ്ങനെ പുറത്ത് വന്ന് ഇന്നലെ കണ്ട പോലെ ഒരു ഔട്ട് ബേസ്റ്റ്, എൻ്റെ ലൈഫിൽ എന്ത് സംഭവിച്ചു, എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യ വീട്ടുകാരും എന്നോട് എന്ത് ചെയ്യുന്നു, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോഴുള്ള വ്യക്തിയുമായിട്ടുള്ള എൻ്റെ കണക്ഷൻ എന്താണ്, ഇതിലിടപെട്ട പുറത്തുള്ള വേറൊരു നടി, ആ നടിയുടെ പേര് പറയുന്നില്ല, ഖുഷ്ബു ആണ് ആ നടി, ആ നടിക്കുള്ള ഇൻവോൾവ്മെൻറ്റ് എന്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇയാൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടില്ല. പക്ഷെ ഭാര്യയുടെ സൈഡിൽ നിന്നും ഈ ഖുഷ്ബുയുടെ സൈഡിൽ നിന്നും ഇങ്ങനെയുള്ള സൈഡിൽ നിന്ന് പലപ്പോഴായിട്ട് ജയം രവിക്കെതിരെ ഒളിയമ്പുകൾ വന്നതായിട്ട് ഇതിൻ്റെ ഒരു പാസ്റ്റിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു വർഷം മുമ്പ്, ഇപ്പോൾ ഞാൻ ഇന്നലെ റെഫർ ചെയ്ത സമയത്ത് മനസ്സിലായത്, ഈ ജയൻ രവിയെ ഡിവോഴ്സ് ഫയൽ ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് കയറ്റാത്തൊരു സിറ്റുവേഷൻ വരികയും അവരവിടുന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ടാണെന്ന് തോന്നുന്നു ജയൻ രവിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അതായത് ഈ ജയൻ രവിക്ക് ഇന്നലെ അയാളുടെ പ്രസ് മീറ്റിൽ പറഞ്ഞത് അയാൾക്ക് അയാളുടെ സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം ഒരു ജോയിൻ്റ് അക്കൗണ്ട് വെച്ചിട്ടാണ് ഇയാൾ ജീവിതം മുന്നോട്ട് പോയത്. അതായത് പാർട്ട്ണറോടുള്ള ട്രസ്റ്റ്, ആ ലൈഫിൽ അയാൾക്കുള്ള ഒരു വിശ്വാസം, ഹാപ്പിനെസ്സിലായിരിക്കണം ഒരാളങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്താണെങ്കിലും കുറേ അധികം കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ എടുത്ത് കാണിച്ചിവിടെ നമുക്ക് സംസാരിക്കാൻ പോകുന്നത് ഈ പത്രസമ്മേളനം തന്നെയാണ്. പത്രസമ്മേളനത്തിൽ ജയൻ രവി പറഞ്ഞ കാര്യങ്ങളിലൂടെ പോകാം. അത് കഴിഞ്ഞിട്ട് ജയൻ രവിയുടെ വൈഫിൻ്റെ മദർ സംസാരിച്ചതും കെനീഷ സംസാരിച്ച കാര്യങ്ങളും കൂടി വെച്ച് നോക്കാം. இத்தனை நாள் நான் பேசாம இருந்ததே ரொம்ப முட்டாள்தனமா நான் ஃபீல் பண்றேன். ஏன்னா ரவி மோகன், ஜெயம் ரவி அவர் ரொம்ப சாஃப்ட். அவர்கிட்ட எது சொன்னாலும் அவர் கேட்டுப்பாரு, புரிஞ்சுப்பாரு, அவர் விட்டு கொடுத்துருவாரு. எஸ், அதுதான் என் கேரக்டர். அப்படிதான் நான் இருந்துட்டு இருந்தேன். ஆனா சாது மிராண்டால் காடு கொள்ளாது.
சாதுவா இருந்த என்ன நிறைய பேர் சீண்டணும்னு நினைக்கிறாங்க. அவங்களுக்கெல்லாம் நான் ஒன்று சொல்லிக்கிறேன், இதுதான் என் ஆஃபீஸ், இங்கே வாங்க, மறைமுகமாக எதுவும் வேணாம், டைரெக்டாக வாங்க, டைரெக்டாக பார்த்துக்கலாம். எத்தனை பேர் என்னை கீழே இழுக்கணும்னு நினைச்சாலும் அத்தனை பேருக்கும், இது நான் சினிமா பற்றி பேசவே இல்லை, ஆல்ரெடி சொல்லிட்டேன், பர்சனல் தான், அத்தனை பேருக்கும் நான் ரெடியாக இருக்கேன். என்ன எப்பெல்லாம் ஆசைப்படும் போதெல்லாம் பஞ்சிங் பேக்காக யூஸ் பண்ணணும்னு நினைச்சவங்க எல்லாரும் இப்போ வாங்க, கராத்தே பாபு மாதிரி தான் நான் கிக் அடிக்க പോகிறேൻ, റെഡിயாக இருக்கிறேன் நான். ഒരു മനുഷ്യൻ റിയാക്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിൽ എഴുതി ഉറപ്പിച്ച് വിശ്വസിച്ച് വന്നിരുന്ന് സംസാരിക്കുന്ന എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. ഈ ജയം രവി ഞാൻ എവിടെയും ഇതുവരെ ഇയാൾ ഒരാളോട് പൊട്ടിത്തെറിച്ചതായിട്ടോ വേറെ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയതായിട്ടോ ഇപ്പോൾ ഇയാളുടെ ഈ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള 1-2 കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേട്ടു എന്നല്ലാതെ ഒരു മിസ്ബിഹേവ് ചെയ്തതോ ഇൻഡസ്ട്രിയിൽ ഇത്ര കാലം നിന്ന സമയത്ത് ഒരു സെൽഫി എടുക്കാൻ വരുന്ന ഒരാളെ തള്ളി മാറ്റിയതായിട്ടോ അങ്ങനത്തെ ഒരു സാധനങ്ങളും കണ്ടിട്ടില്ല. എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോ ഇല്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. അങ്ങനെ ഒരു എന്താ പറയുക, വളരെ സാധുവായിട്ടുള്ളൊരു മനുഷ്യൻ, അയാൾ ഇന്ന് ഇത്രയും മീഡിയനെ അഡ്രസ്സ് ചെയ്ത് ലോകത്തിന് അഡ്രസ്സ് ചെയ്ത് പറയുകയാണ്, നിങ്ങൾ വാ ഞാൻ റെഡിയാ എനിക്കും പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ ഏത് എക്സ്ട്രീം വരെ അയാളുടെ ലൈഫിൽ അനുഭവിച്ചിട്ട് വന്നിരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ രീതിയിൽ ഒരാൾ, അതാണോ പെണ്ണോ അല്ല, ഒരു മനുഷ്യൻ മതിയായി, മടുത്തു, സാധുവായി ജീവിച്ച് മതിയായി, എല്ലാവരും വിചാരവും ഇന്ന വന്ന് ആർക്കും വേണം തോണ്ടിയിട്ട് പോവാം, വാടാ ഇനി ഞാൻ ശരിയാക്കി തരാമെന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് ഒരു മനുഷ്യൻ പോയിട്ടുണ്ടെങ്കിൽ അത് അയാളെ എത്തിച്ച ആ ആളുകൾ അവർ ചെയ്ത ഇൻറ്റൻസിറ്റി എന്താണോ അവർ ഈ വ്യക്തിയോട് ചെയ്തത്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഇതിൽ ഞാൻ കംപ്ലീറ്റ്ലി ജയൻ രവി ശരിയാന്ന് പറയുന്നില്ല, പക്ഷേ ഇയാൾ സംസാരിച്ചത് വെച്ച് നോക്കുമ്പോൾ ഈ സൊസൈറ്റിയിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു പേപ്പർ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ അണ്ടറിലേക്ക് ഒരാണും പെണ്ണും വരുന്ന സമയത്ത് ആണ് സഫർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു തരം ബാഗേജ് ഉണ്ട്. അത് ഫിനാൻഷ്യൽ ബാഗേജ് ആണെങ്കിലും ഇമോഷണൽ ബാഗേജ് ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഒരു സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് ആണിനും പെണ്ണിനും സൈബർ ബുള്ളിങ് കിട്ടും. പക്ഷേ ആണിനൊരു അഡൾട്ടറി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില ഡിവോഴ്സ് കേസുകളിൽ വേണമെന്ന് വെച്ചിട്ട് അഡൾട്ടറി ഇട്ട് കൊടുക്കും, പരസ്ത്രീ ബന്ധം എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തകർന്നാണ്. ഇത് എത്ര പേര് ഇതിലൂടെ കടന്നുപോയി എന്നുള്ളത് അവർക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവും. ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് പോസ്റ്റ് ചെയ്തു. ഞാനൊരാണാണ്, ഞാൻ ജയൻ രവിക്ക് വേണ്ടി സംസാരിക്കുന്നത്. എന്നോട് ഒരാൾ, ഒരു സ്ത്രീകളും പറഞ്ഞു വരണ്ട, സായി എന്ന് പറഞ്ഞാൽ ആരും വിളിച്ച് വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ റീലിട്ടത്. എത്ര പേരെ എനിക്ക് പേഴ്സണലി മെസ്സേജ് വരും, ജയൻ രവിയുടെ സ്റ്റോറി ഒന്നും ഒന്നുമല്ല സായി, ഞാൻ പറഞ്ഞുതരാം എൻ്റെ പേഴ്സണൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേട്ടന്മാർ, എസ്പെഷ്യലി പ്രവാസികളായിട്ടുള്ള കുറേ ആൾക്കാർ വന്നിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറയുക, എടാ ഞങ്ങളൊക്കെ ജീവിതം പോയിട്ടുണ്ടടാ, കരയാൻ പറ്റില്ല, ആണായിപ്പോയി, പുറത്തൊന്നും പറയാൻ പറ്റില്ല, ആണായിപ്പോയി, ചതിക്കപ്പെട്ടു, ആണായിപ്പോയതുകൊണ്ട് പുറത്ത് പറയാൻ പറ്റില്ല, ഇപ്പോഴും കയ്യിൽ നിന്ന് കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മോനെ, എന്തിനാണെന്നറിയില്ല. മനസ്സിലായോ? അങ്ങനെ വെന്തുരുക്കി ജീവിക്കുന്ന ആൺജന്മങ്ങളുള്ള നാടാണ്. അപ്പോൾ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കണ്ടേ? സംസാരിക്കും. என் படம் இனிமேந்து ஸ்க்ரீனில் ரிலீஸ் ஆகாது, என் டைவர்ஸ் கிடைக்கிற வரைக்கும் நான் நடிக்க போகிறது கிடையாது. ஏன்னா என்னால் நடிக்க முடியல. எனக்கு நடந்த அவமானங்கள், தேவையில்லாத அவமானங்கள் என்னால் தாங்க முடியல. 23 வருஷம் ராத்திரி பகலுமா நான் வேலை செஞ்சிருக்கேன். 95% ஆஃப் மை மூவிஸ் ஆர் சக்ஸஸ்ஃபுல். எவ்ரி டே காலைல எழுந்துச்சு நான் ஷூட்டிங் போயிருக்கேன் என் குடும்பத்தை காப்பாற்றுறதுக்காக. என்னங்க பொம்பளை, என்ன ஆம்பளை பொம்பளை, என்ன ஃபெமினிசம்? ஃபெமினிசம்னா என்னன்னு தெரியுமா யாருக்காவது? ரேப்புக்கு அகைன்ஸ்டா படம் எடுத்தவன்னா 14 வருஷம் இருந்தேனே நானு என்னோட எக்ஸ் லைஃப்ல. அப்பெல்லாம் சொல்லி அவர் கடவுள், அவர் திட்டினதே கிடையாது, நான் தான் திட்டுவேன். எல்லா இன்டர்வியூ இருக்கு, எல்லா எவிடன்ஸும் வருது, நிறைய இருக்கு. என் பிள்ளைங்களை பார்க்க விட மாட்டாங்க. என்னோட லைஃப்ஸ் ஹாப்பியஸ்ட் டேன்னு நான் ட்வீட் பண்ண, அவனும் நானும் சேர்ந்து டிக் 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 படம் நடிக்கும் போது ஏன் பிள்ளைங்க நான் எப்படிங்க விடுவேன்? கேட்டுதான் இருப்பீங்களா? இப்படிதான் 50 லட்சம் ரூபா தெரியுமா? 2 பேர் ஸ்கூல் ஃபீஸ். எத்தனை வருஷம் நான் அதை கட்டி பார்த்துட்டு இருக்கேன். அவங்களுக்கு நல்ல லைஃப் கிடைக்கணும் கிடைக்கணும்னு. குழந்தைங்க பத்தி, என் പാസത്തെ പറ്റി പേസാതീങ്ക. ആർക്കും എതുമേ தெரியாது. ഒരച്ഛൻ, ഒരു ഭർത്താവ് അയാളുടെ കടമകൾ ചെയ്തതിന് ശേഷവും
അയാൾക്ക് വരുന്ന കുറ്റപ്പെടുത്തലുകൾ, അയാൾ നേരിടേണ്ടി വന്ന സിറ്റുവേഷൻ, പല സെലിബ്രിറ്റീസിൻ്റെ ലൈഫിലും ഈ ഒരു ഫേസ് ഉണ്ടായതായിട്ട് എൻ്റെ അറിവിലുണ്ട്. അതായത് ഈ എക്സ്ട്രീം പ്രോഗ്രസീവ് ഫെമിനിസ്റ്റ് ലൈനിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന ചില സ്ത്രീകൾ അത്യാവശ്യം നോർമലായിട്ട് വളരെ സന്തോഷപൂർവ്വം കടന്ന് പോകുന്ന ഒരു ജീവിതത്തിലേക്ക്, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവർ. സ്ത്രീകളോട് പോയിട്ട്, ഭാര്യയായിട്ടിരിക്കുന്ന സ്ത്രീയോട് പോയിട്ട് പറയും, നിനക്കൊരു കരിയർ ഇല്ലേ, നിനക്കൊരു ജോലിക്ക് പോയിക്കൂടെ, നീ അവൻ്റെ അടിമയായിട്ടിരിക്കുകയാണോ? അവരവരുടെ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ പെണ്ണ് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല അവർക്ക് എന്തെങ്കിലും ഇതേപോലത്തെ ഒരു ഓപ്ഷൻ വേണമെന്നോ, അല്ലെങ്കിൽ ആണ് ഇതുവരെയായിട്ട് നീ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞുള്ള ഒരാണോ ആയിരിക്കില്ല അത്. മനസ്സിലായില്ലേ? പക്ഷേ സൊസൈറ്റിയിൽ സ്വന്തം ലൈഫ് താറുമാറായി, സ്വന്തം ലൈഫ് വട്ടപ്പൂജയായി, സ്വന്തം ലൈഫ് മൊത്തത്തിൽ നശിച്ച് പണ്ടാറടങ്ങിയിരിക്കുന്ന ചില സ്ത്രീകളുണ്ട്, കുറേ അധികം സ്ത്രീകളുണ്ട്. അവർ ഈ പ്രോഗ്രസീവ് മൈൻഡ് സെറ്റിൻ്റെ മുഖം മൂടി, ഫെമിനിസത്തിൻ്റെ മുഖം മൂടി കൊണ്ട് വെച്ചിട്ട് അടുത്തുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി പിന്നെ അതെങ്ങനെ നാശമാക്കാമെന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന കുറേ ഐറ്റങ്ങൾ. ഇവരുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നത് അതാണ് സംഭവിച്ചത്. ജയൻ രവി മര്യാദയ്ക്ക് സിനിമയിൽ അഭിനയിച്ച് സ്വന്തം ജീവിതം നോക്കി, സ്വന്തം വീട്ടുകാരെ നോക്കി, സ്വന്തം കുടുംബം നോക്കി, ഭാര്യേനെയും കുട്ടികളെയും നോക്കി നല്ല രീതിയിൽ പോകുന്നൊരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഫെമിനിസത്തിൻ്റെ പേരും പറഞ്ഞ് കയറി ചെന്ന് ആ സ്ത്രീയെ കോലിട്ട് നീപ്പിച്ച് അതിനോട് ജോലിക്ക് പോകണമെന്നോ, അല്ലെങ്കിൽ അത് നീ പ്രോഗ്രസീവ് ആവണ്ടേ, നീ അടിമ പോലെ ഇരിക്കണം, ഇതാണ് ചോദ്യം. നീ അടിമ പോലെ ഇരിക്കണം. നീ എന്തടിമ? ഞാൻ നോക്കുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് സ്നേഹനോട് പറയുന്നത് കേൾക്കാം. അതായത് ഏതെങ്കിലും ഇവൻറ്റിനൊക്കെ പോകുന്ന സമയത്ത് ചില ആളുകൾ വന്നിട്ട് ചോദിക്കും, സ്നേഹയ്ക്ക് കാർ ഓടിക്കാൻ അറിയില്ലേ, ലൈസൻസ് ഇല്ലേ? സായി കാർ ഓടിച്ച സ്നേഹ എപ്പോഴും അപ്പുറത്താണല്ലോ ഇരിക്കാറ്. അതിന് സ്നേഹം പറയും, എനിക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷെ ഞാൻ കാർ ഓടിച്ച് ഇപ്പോഴും റെഡി ആയിട്ടില്ല, ഐ എം സ്റ്റിൽ ലേണിങ്. പ്രശ്നം ഇട്ട് കൊടുക്കുക. ഈ കാർ ഓടിക്കുന്ന സ്നേഹയെ കാർ ഓടിച്ച് കാണണം എന്നുള്ള സന്തോഷം കൊണ്ടൊന്നുമല്ല. മറ്റേ മൂടേത് സ്നേഹ കാർ അത് കാർ ഓടിക്കുന്ന ഒരു ഡോമിനൻസിയാന്ന് അവരെ വിചാരം. അത് തലയ്ക്ക് കുത്തി വെച്ച് കൊടുക്കുക. അങ്ങനെ വന്നൊരു ഐറ്റം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ കുറച്ച് കാലം മുന്നേ വരെ. ഒരു ആള്, ഒരു ലേഡി, ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അവരോട് പറഞ്ഞു, വീട്ടിലേക്ക് സ്നേഹനെ വിളിച്ച് കൊണ്ടുപോവുക, സ്വന്തം കാറില്ലേ, കാറിന് എണ്ണ അടിക്കാനുള്ള കാശ് ഞാൻ തരാം, ഒരു മാസം നിർത്തി കാർ ഓടിക്കാൻ പഠിപ്പിച്ച് സ്നേഹ ആ കാർ നിങ്ങളത് ഓടിച്ച് എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാനത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാർ കൊടുക്കാം. മനസ്സിലായോ? സ്നേഹൻ്റെ വണ്ടി ഓടിച്ച് പഠിക്കുന്നുണ്ട്. ഞാൻ എവിടെയും പഠിക്കേണ്ടെന്ന് നിൽക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്നിട്ട് ഈ ചൊറിച്ചിത്തരം പറയേണ്ട കാര്യമുള്ളത്? ഒന്നുമില്ല. സ്നേഹ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കണ്ടിട്ടില്ല എന്നാണ് 36 പ്രശ്നം. അതാണ് 36 സീനുണ്ടായിരുന്നത്. ഞാൻ പിന്നെ മുഖത്ത് നോക്കി 2 മൊരയും വരച്ച് ഞാൻ പറഞ്ഞു, കൂടുതൽ ഇനി സ്നേഹനോട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ സ്ഥലം നോക്കില്ല, ആളെ നോക്കില്ല, ഒന്നും നോക്കില്ല. വായ തോന്നി ഞാൻ വിളിച്ച് പറയും. എനിക്ക് ആണ് പെണ്ണെന്നൊന്നും ഒരു നോട്ടം ഉണ്ടാവില്ല. കാരണം ചില സാധനങ്ങൾ ചില സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ പാർട്ട്നേഴ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി സ്ത്രീകൾക്ക് നമ്മുടെ ഭാര്യമാരിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നുണ്ട് ചില ആളുകൾ. അവരുടെ പേഴ്സണൽ, ഈ ലേഡി വന്ന് പറഞ്ഞ ലേഡി അവരുടെ പേഴ്സണൽ ലൈഫിൽ ദുരന്തമാണ്. ദുരന്തം. അവർ കാരണം അവരുടെ ഭർത്താവ് അനുഭവിച്ച് നശിച്ച് നാറാണക്കല്ലെടുത്ത് കുത്തുവാളെടുത്ത് അയാൾ ജീവിതം അവസാനിപ്പിക്കേണ്ട വക്കിൽ നിൽക്കുന്നൊരു മനുഷ്യനാണ് ഈ ലേഡി കാരണം. എന്നാൽ ഇതിന് പൊങ്ങച്ചത്തിനും കുറവില്ല, വർത്തമാനത്തിനും കുറവില്ല, ബാക്കിയുള്ളവർ ജീവിതത്തേക്ക് വരുന്നതിനും കുറവില്ല. അങ്ങനത്തെ ഐറ്റങ്ങളാണ് ഇങ്ങനത്തെ വിഷം വെച്ചു കൊടുക്കുക. അങ്ങനെ എന്തോ കിട്ടിയതാ തോന്നുന്നു ഇയാൾക്ക്. டெய்லி நைட்டு உட்காந்து அவன் செஸ் கத்துக்கிறான். சின்ன பையன் டெய்லி உட்காந்து விளையாடுவான். அவன்கிட்ட தோத்து போவேன் நான். என்ன சொல்றீங்களா? குழந்தைங்க மேல அன்பு இல்லைன்னு பார்க்க விட மாட்டாங்க. போன் கான்ஃபிஸ்கேட் பண்ணி வச்சிருக்காங்க. ஸ்கூலுக்கு பாடி கார்டு அனுப்புறாங்க. என் பசங்க பார்க்கணும் இந்த வீடியோவை. தெரிச்சு தானே ஓடி வந்தேன் நான். அந்த லைஃப் பிடிக்கலன்னு இத்தனை நாள் இருந்தால அப்பெல்லாம் தெரியலையா? ஒரு குழு அமைச்சு இவங்களை இப்படி காசு கொடுத்து இவங்களா அப்படி எனக்கு தெரியாத அதெல்லாம் பண்றதுக்கு பிறந்து வளர்ந்தவன் சொல்லி கொடுத்ததே நான் தான். ஏன் தெரியுமா? நான் திரும்பி வந்தேன் 6 மாசம் நான் காணாம போயிருந்தேன். வேணாங்க, வேணாம், தேங்க்யூ. பர்டிகுலரா நான் சொல்லணும்னு நினைக்கிறது இந்த சைபர் புல்லிங் விஷயம். ஒரு பொண்ணு அனுப்பிச்சிட்டீங்க, ரொம்ப தேங்க்ஸ். அதுக்காகலாம் நான் இன்டர்வியூலாம் வைக்கலங்க. அவங்க எங்க இருந்தாலும் நல்லதா இருக்கணும், அவ்வளவுதான், வேற எதுவுமே இல்லை. கெனிஷாவை காலி பண்ணி அனுப்பிச்சிட்டீங்க நீங்க எல்லாரும். சைபர் புல்லிங் உங்களெல்லாம் நான் சும்மாவே விட போறது இல்லை. வீட்டை விட்டு நான் எதுவுமே இல்லாம வந்தவன் நான். இப்ப நான் வாடகை வீட்டுல இருக்கிறேன். அவங்க எல்லாம் நல்லா இருக்காங்க. நான் கோடிக்கணக்கான காட்டின வீட்டுல நல்லா தான் இருக்கு. எனக்கு தெரியாதா வெளியே போன்னு சொல்ற எவ்வளவு நேரம் ஆகும் எனக்கு? ஏன்னா நான் செலிபிரிட்டி.
இமேஜ் தேவையில்லை. மனுஷன் முதல்ல, நான் ஆம்பளை பொம்பளை அப்புறம் மனுஷன். ஒரு மனுஷனுக்கு ஒரு கஷ்டம் வரும்போது அப்ப மட்டும்தான் தெரியும் அவங்க கூட யார் இருப்பாங்க. அப்படின்னு என்ன பண்ணுதாங்க கெனிஷா. எப்படி வளர்ந்தவங்க தெரியுமா அவங்க. அவங்க வீடியோ போட்டா அதுல ஒரு சைபர் புள்ளி. ஒரு பொண்ணு என்ன புரிஞ்சுக்கிச்சு, ஏன் பார்க்கவே ஹீரோயினாங்க, என் வேலையே அழகான பொண்ணுங்க கூட தான் நடிக்கிறது, அதான் என் வேலையே. எப்படி ஆளுங்க மயங்கி போயிட்டாங்களா? இத்தனை வருஷம் சொல்ல அவங்களுக்கு ஒரு ரீசன் தேவை. எதுக்கு போறான்னு தெரியல, இதை புடி போய் எவிடன்ஸ் கிரியேட் பண்ணு, இது பண்ணு, இன்வெஸ்டிகேஷன் ஆபீசரை கூப்பிடு, வரும் എല്ലാ പ്രൂഫ് വരുത്. 45 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തി വേറെ സ്ത്രീകളായിട്ട് ഒരു പരസ്ത്രീ ബന്ധം ഇതുവരെയായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. കെനീഷ എന്ന് പറഞ്ഞ ഒരു ലേഡിയായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇദ്ദേഹത്തിന് ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്നത്. പക്ഷേ ഇവരുടെ ലൈഫ് വിഷയമായിട്ട്, ഭാര്യ ഭർത്തൃ ബന്ധം വിഷയമായിട്ട് ജയൻ രവിക്ക് അതുക്കും കൂടുതൽ സമയമായി. ഓക്കെ, മക്കൾക്ക് സമ്പാദിച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്ന, ഭാര്യയെ നോക്കുന്ന, അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരെയോ സ്വന്തം വീട്ടുകാരെയോ മക്കളെയോ നോക്കുന്ന ഒരു യന്ത്രം. ഞാൻ സീരിയസ്ലി ചോദിക്കുക, പൈസ ഉണ്ടാക്കാനുള്ള ഒരു യന്ത്രം മാത്രമാണ് ഒരാണെന്ന് പറയുന്നത്. ചിലർ ചോദിക്കാറുണ്ടല്ലോ, പെണ്ണ് എന്ന് പറയുന്നത് വീട്ടിൽ പ്രസവിച്ചിരിക്കാനും വീട്ടുപണി ചെയ്യാനും വേണ്ടി മാത്രമുള്ള യന്ത്രമാണെന്നുള്ളത്. ജയൻ രവിയെ പോലുള്ള കേസുകൾ കാണുമ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക സൊസൈറ്റിയോട്, ഈ പണം കായ്ക്കുന്ന മരം മാത്രമായിട്ടാണോ ആണുങ്ങളെ കാണുന്നത്? ഇങ്ങനെ കുലുക്കിയ ചാടുന്ന പണം കായ്ക്കുന്ന മരം. അങ്ങനെ ചില സിറ്റുവേഷനിലൊക്കെ ചോദിച്ചു പോവുകയാണ്. അങ്ങനെയൊക്കെ സൊസൈറ്റി ആണിനെ കണ്ട് കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം തുനിഞ്ഞിറങ്ങി. കാരണം ഇപ്പം കോടിക്കണക്കിന് രൂപ ജയൻ രവി സമ്പാദിച്ചിട്ടുണ്ട്. അത് മൊത്തം ഭാര്യ വീട്ടുകാർ കൊണ്ടുപോവുകയും ചെയ്തു, ഭാര്യയും കൊണ്ടുപോയി. മക്കളെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് കാര്യങ്ങൾ. ഇമോഷനുള്ളതാണ്, ഒരാണ് കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇയാൾ നിൽക്കുന്ന വാടക വീട്ടിൽ. ഇപ്പോൾ ഇയാളുടെ ഒരു കാര്യം ഇൻഡസ്ട്രിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊട്ടിപ്പൊളിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഭാര്യ എല്ലാം കൊണ്ടുപോയ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ ഇപ്പോൾ ആരോ വന്ന് സഹായിച്ചിട്ടാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയതും കുറച്ച് സിനിമകൾ എടുക്കാമെന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്നതും. എന്നാലും ഇയാൾ വെറുതെ വിട്ടില്ല. ഇനി ഇങ്ങനെ തകർന്നിരിക്കുന്നവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നു എന്ന് വിചാരിച്ചോ, അത് ഇവൻ്റെ തകർച്ച കണ്ട് ഇവനെ സഹായിക്കാൻ വന്നൊരു പെണ്ണാണെങ്കിൽ അതിനെ ഓടിച്ചു വിടുക. പിന്നെ ഇയാൾക്ക് ഹോപ്പ് എന്താടാ ഉള്ളേ? ജീവിതം അവസാനിപ്പിച്ചിട്ട് പോവേ. ജയൻ രവി അന്തരിച്ചു, ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു ന്യൂസ് വരുന്നത് വരെ അത് ആരും അഡ്രസ്സ് ചെയ്യില്ല. ഒരു വലിയ സിനിമാ നടന്മാരും തമിഴ്നാട്ടിലുള്ളവർ അഡ്രസ്സ് ചെയ്യില്ല. എന്തിനു CM വരെ, തമിഴ്നാട് CMന് വരെ ഇത് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. ആണ് മരിച്ചാൽ പിന്നെ ഒരു ദിവസം 2 ദിവസമൊക്കെ കാണൂടെ. 2 ദിവസം ആണിന് വേണ്ടി സംസാരിക്കും. സ്ത്രീ മരിച്ചാൽ പിന്നെ ഘോരം 365 ദിവസം സംസാരിക്കും ഇവിടെ ആളുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ആണുങ്ങൾ മരിച്ചിട്ട് ഒരു കാര്യമില്ല. ആണിൻ്റെ ഇമോഷന് വരല്ല, അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഈ മനുഷ്യൻ്റെ ഒരു ഗതികേട് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. 19 ലക്ഷം രൂപ മക്കളെ പഠിപ്പിനും വിദ്യാഭ്യാസത്തിനും ഇപ്പോഴും റെഗുലറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയത് ഭാര്യ വീട്ടുകാരും കൊണ്ടുപോകുന്നു. എൻഡ് ഓഫ് ദ ഡേ വാടക വീട്ടിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ, അന്തം വിട്ട് കുട്ടികളെ കാണാൻ പറ്റാതെ, റെസ്ട്രിക്ഷൻസ് ആയി, അന്വേഷണങ്ങളായി. ഇയാൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള തത്രപ്പാട് ഡിറ്റക്റ്റീവിനെ വെച്ച് അന്വേഷിപ്പിക്കുക. അങ്ങനെ എല്ലാത്തിനിടയിലും ലൈഫിലൊരു സമാധാനം എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്നപ്പോൾ ആ പെണ്ണിനെ സൈബർ ബുള്ളിങ് ചെയ്ത് ഓടിക്കുക. കൊള്ളാം. போய் கேட்டு பாருங்க அந்த வீட்டுல என்னெல்லாம் நடந்திருக்குன்னு. ஊருக்கே தெரியும் அந்த வீட்டுல என்னெல்லாம் நடந்திருக்குன்னு. எங்க அப்பா அம்மா கையெடுத்து காலில் ஊந்து கேட்டாங்க, என்ன வேணாப்பா அந்த குடும்பம்னு சொன்னாங்க. எனக்கு அச்சதை போடும் போதே இப்படிதான் போட்டாங்க, நாசமா போன்னு தான் போட்டாங்க என் மேல. இத்தனை வருஷம் நான் கஷ்டப்பட்டு வாழ்ந்து என் மேல ஒரு பிளாக் மார்க் இல்லாம 23 வருஷம் எவனாவது இருக்கானா கேட்டு பாருங்க. 23 வருஷம் எப்படின்னே புரியல எனக்கு. எப்படி ஏன் நிம்மதியா இருக்க விட மாட்டீங்க எனக்கு புரியல. என்ன தப்பு நான் செஞ்சேன்? லீகலா ஏதாவது தப்பு செஞ்சேனா நானு? இல்ல. எப்படி 45 வயசுல எப்படிங்க அந்த அழகு பின்னாடி ஓடுற? என்னங்க பேசுறீங்க? அழகான ஹீரோயின் நடிகர் தாங்க வேலை. அப்பெல்லாம் ஓடாத, இப்ப ஏங்க ஓடணும்? ஒரு ரீசன். எல்லாத்தையும் கொடுத்துட்டானா அவங்க கையில். அதான் எனக்கு பெரிய தப்பு. நம்பிக்கை, ட்ரஸ்ட், என் லைஃப், இது எல்லாத்தையும் கொடுத்துட்டேன் அப்படியே. எனக்கு ஒரு அக்கௌண்ட் கூட கிடையாது என் பேர்ல, தெரியுமா உங்களுக்கு? ஒரே அக்கௌண்ட் தான் எனக்கு இருந்துச்சு, ஜாயிண்ட் அக்கௌண்ட், எக்ஸ் ஃபேமிலியோட. எங்க சொன்னாலும் ஸ்வைப் பண்ணாலும் உடனே போய் என்ன ஏதுனால என்ன ஏன் இவ்வளவு நான் தானே സമ്പാദിക്കുന്നത്. എല്ലാ ആണുങ്ങളും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റിതാണ്. അതായത് സമ്പാദിച്ച് ലാസ്റ്റ് ഒന്നും സ്വന്തം പേരിൽ കാണില്ല.
മനസ്സിലായി, ഒന്നും സ്വന്തം പേര് കാണില്ല, സ്വന്തം പേരൊന്നും ഇല്ല. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ നമുക്ക് തോന്നും എന്തിനാണ് നമ്മുടെ ലൈഫ് പാർട്ട്ണർ ഉണ്ടല്ലോ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ, അച്ഛനമ്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ, നമുക്ക് എന്തിനാണ്, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവും. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന് ഇരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത്ര കാലം തിന്നാൻ കൊണ്ടുപോയി കൊടുത്ത ആൾക്കാരും ഇത്ര കാലം പൈസ കൊണ്ടുപോയി കൊടുത്ത ആൾക്കാരും അസറ്റ്സ് ഉണ്ടാക്കി കൊടുത്ത ആൾക്കാരും ഒന്നും തിരിഞ്ഞു നോക്കൂല. നമ്മൾ നട്ടു റോട്ടിൽ അന്തം വിട്ട് നിൽക്കുമ്പോൾ ഒരു കുട്ടി പോലും ഉണ്ടാവില്ല. ആണുങ്ങളെ കാര്യത്തിന് ആകെയുള്ളൊരു സമാധാനം എന്താ പറയുക, ഏതെങ്കിലും ഒരു ഫ്രണ്ട് കാണും. മനസ്സിലായി, ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒന്നെങ്കിലും കാണും. ചിലപ്പോൾ അല്ല, ഉണ്ടാവുമായിരിക്കും. ആണുങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കാണുമായിരിക്കും. അല്ലാതെ വേറൊന്നും പ്രത്യേകിച്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, എസ്പെഷ്യലി പ്രവാസികൾ. അവരുടെ പേരിൽ ഒന്നും കാണൂലടി, ഒരു സാധനം കാണൂല. ഒക്കെ ജോയിൻ്റ് അക്കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഭാര്യയുടെ പേരിലായിരിക്കും, അമ്മായിമ്മേൻ്റെയോ അമ്മായിയച്ഛൻ്റെയോ അച്ഛൻ്റെയോ അമ്മേൻ്റെയോ മക്കളുടെ പേരിലൊക്കെ ആയിരിക്കും എല്ലാം. ഒന്നുമില്ലാതെ നടുത്തെരുവിൽ വന്ന് നിൽക്കുന്ന സിറ്റുവേഷനിൽ എത്രയോ പേര് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊക്കെ പോണ വഴി എല്ലാ ആണുങ്ങളതും ഒരു വഴി ആയതുകൊണ്ട് നമുക്കൊന്നും ഈ മൈൻഡ് മാറാനും പോണില്ല. എത്ര സമ്പാദിച്ചാലും നമ്മളെ വിചാരം എന്താ, വീട്ടിൽ കൊടുക്കണം, കൂട്ടക്കാർക്ക് കൊടുക്കണം, വീട്ടുകാർക്ക് കൊടുക്കണം, കുട്ടികൾക്ക് കൊടുക്കണം, ഭാര്യയ്ക്ക് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കണം. നമുക്ക് അവരെ സന്തോഷം കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഒരാണിൻ്റെ ജീവിതം. സത്യം പറഞ്ഞു ഒരൊറ്റ വാക്കിൽ ഒരാണിൻ്റെ ജീവിതം പറയാം, ഒരൊറ്റ ലൈനിൽ: ജനിക്കുന്നു, പണിയെടുക്കുന്നു, സമ്പാദിക്കുന്നു, വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നു, അവർ ചിരി കാണുന്നു, സന്തോഷിക്കുന്നു, മരിക്കുന്നു. ഇത്രയുള്ള ഒരാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിനിടയിൽ ആകെ കിട്ടാൻ പോണത് എന്താ അറിയാം, കുറ്റപ്പെടുത്തലും മാത്രം. ജയൻ്റെ ഇതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയും സമ്പാദിച്ചു, എവിടെയെങ്കിലും പോയിട്ട് ഒരു കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു മെസ്സേജ് ഭാര്യയ്ക്ക് ചെല്ലും, എന്തിനു വാങ്ങി, ഏതിനു വാങ്ങി, എങ്ങനെ വാങ്ങി. ആദ്യം ഒരു സ്ത്രീ, ഒരു ഭാര്യ ഒരാണിന് വേണ്ടി ലൈഫിൽ ചെയ്യേണ്ടതെന്ന് അറിയാം, കുറ്റപ്പെടുത്താതിരിക്കുക. അതാണ് ആദ്യം ചെയ്തു കൊടുക്കേണ്ടത്. കുറ്റപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ താങ്ങാൻ പറ്റാത്തൊരു ഐറ്റമാണ്, ഭയങ്കര സീനാണ്. ஒரு டீமை அமைச்சு ஒருத்தனை எப்படி காலி பண்ணலாம், நான் உயிரோட இருக்க கூடாது அவங்களுக்கு, மேக்சிமம் அதுதான் நடந்துரும், கண்டிப்பா நடக்கும் இது. ஆனா நான் எல்லாரையும் முடிச்சிட்டு தான் நான் போவேன், சந்தோஷமா போவேன், சிரிச்சிட்டே தான் போவேன். ஆல்ரெடி எல்லாம் ஸ்டார்ட் ஆயிடுச்சு, ஃபோக்கஸ் பண்ணிக்கோங்க. ஐ ஸ்டார்டட் ஹர்ட்டிங் மை செல்ஃப். என் குழந்தைங்களை என்ன பார்க்க விடல, ஐ ஸ்டார்டட் ஹர்ட்டிங் மை செல்ஃப். தான் இந்த கை பார்த்துக்கோங்க, நார்மலா இதுதான் நடக்கும். அதான் உங்களுக்கு வேணும். I gave into everything, not anymore. வர சொல்லுங்க, சில விஷயங்கள் சொல்லணுங்க, அது ஓப்பனாக சொன்னாதான் அது. இந்த 3 லெட்டர் நடிகை இருக்காங்க, நான் சொன்னல ஆல்ரெடி நிறைய கேஸ், அவங்க பேரை சொன்னால் அவங்களும் என் பேரை தெரியாமல் என்னை வந்து அட்டாக் பண்ணுறாங்களாம். இட்லி நடிகை, அதையும் சொல்லிடுறேன் நான். 3 பேர் ஹீரோஸ் என்கிட்ட, பெரிய ஹீரோஸ், அவங்க ஜென்ரேஷன் ஹீரோஸ், என் குடும்பத்தை கெடுக்க வந்த இவாவை அசிங்கமான வார்த்தையில் சொன்னாங்க. நாசமாக போயிருக்கும். 3 பேரோட வாழ்க்கையை கெடுக்கிறதுக்கு ரெடியாக இருந்தாங்க. ஒரு பொம்பளை என் லைஃப் பற்றி பேசுகிறாங்க. ஆனால் வேற ஏதாவது பிரச்சனை வந்து அப்படியே நான் ஃபெமினிஸ்ட், நான் இப்படி ஆயிடுவேன். என்ன ட்ராமா இதெல்லாம்? உனக்குலாம் ஏதாவது துப்பு இருக்கா என்னை பற்றி பேசுறதுக்கு? ഇത് കുഷ്ബുവിനുള്ള അടിയാണ്. ഇയാളുടെ ലൈഫിൽ കയറി ചുരണ്ടി കളിച്ചതിന്. അതിപ്പോൾ എന്ത് പറയാനാ, അയാളുടെ ജീവിതത്തിൽ കളിച്ച ആൾക്കാരെ ദേഷ്യം കാണൂടെ, ഇല്ലായിരിക്കൊന്നുമില്ല. സെൽഫ് ഹാം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ജയം രവി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സീനാണ്. അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് ഒരാണ് പോയാലും പെണ്ണ് പോയാലും, എസ്പെഷ്യലി ഒരു ആൺകുട്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് റോക്ക് ബോട്ട് അടിച്ച് നിൽക്കുമ്പോഴാണ് സെൽഫ് ഹാമിലേക്ക് പോകുക എന്നുള്ളതൊക്കെ എനിക്ക് പേഴ്സണലി മനസ്സിലായോ. ഞാൻ എൻ്റെ ലൈഫിൽ, എൻ്റെ മാരേജ് ലൈഫിൻ്റെ സീന് അങ്ങനത്തെ വിഷയങ്ങളല്ല ഞാൻ പറയുന്നത്. വളർന്നു വരുന്ന സാഹചര്യത്തിൽ കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ റോക്ക് ബോട്ട് അടിച്ച ഒരാളാണ്. അതായത് പഠിച്ചത് നടക്കുന്നില്ല, എന്നാൽ മുന്നോട്ട് ഇനി എന്ത് ജോലി ചെയ്യണമെന്ന് അറിയില്ല, ക്രിക്കറ്റ് കയ്യിൽ നിന്ന് വിടാനും പറ്റുന്നില്ല, നാട്ടുകാരും കൂട്ടക്കാരും കുടുംബക്കാരും കളിയാക്കുന്നു, ഒരു എത്തും പൊത്തും ഇല്ലാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു ലൈഫിൽ എനിക്ക്. റോക്ക് ബോട്ട് അടിച്ചിങ്ങനെ ചത്ത് കിടക്കുന്നൊരവസ്ഥ. അന്ന് ഒരു സമാധാനം മനുഷ്യനില്ല ലൈഫിൽ. അങ്ങോട്ട് തിരിഞ്ഞാൽ കുടുംബക്കാർ, കൂട്ടക്കാർ, വീട്ടുകാർ കളിയാക്കൽ, ഇൻ്റെ പൊന്നെ, ഇത് മാത്രം. മനസ്സിലായോ? ഇത് കല്യാണം കഴിഞ്ഞുള്ള സിറ്റുവേഷൻ അല്ലാട്ടെ ഞാൻ പറയുന്നത്, കല്യാണത്തിന് മുമ്പ്. അതായത് നമ്മളുടെ 25, 26, 27 സമയമുണ്ടല്ലോ, ആ ടൈമിൽ ഞാൻ അങ്ങനെ ഉരുക കിടന്നിട്ട് ക്രിക്കറ്റിലൊന്നും ആവാൻ പറ്റുന്നില്ല, ക്രിക്കറ്റ് എവിടെ എത്തുന്നുള്ള ഒരു ഐഡിയ ഇല്ല. പൈസ സമ്പാദിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് മുന്നോട്ട് പോകാൻ എനിക്ക് വീട്ടിൽ കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുമില്ല. എപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് മേടിച്ച് കൊടുക്കലുണ്ടായിരുന്നു. എന്നാലും എൻ്റെ ലൈഫിൽ ഞാൻ മുന്നോട്ട് പോകണം എന്നുള്ളൊരു പൈസ അത് മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ ആലോചിക്കൂലൂടെ, ഒരു 2 കൊല്ലം കഴിഞ്ഞ് ക്രിക്കറ്റൊക്കെ കളി നിർത്തിക്കഴിഞ്ഞാൽ ഈ ഇഞ്ചുറി സംഭവിച്ചാൽ ഇതൊന്ന് പൈസ വരാത്തൊരു സിറ്റുവേഷൻ വന്നാൽ പിന്നെ ഏജ് കൂടുമ്പോൾ നമുക്ക് കളി ഓപ്പർച്യൂണിറ്റീസ് കുറയും. അങ്ങനെ റോക്ക് ബോട്ട് അടിച്ച് നിൽക്കുമ്പോഴാണ് ഞാനൊക്കെ സെൽഫ് ഹാം ചെയ്തു തുടങ്ങി. കയ്യും കാലും ഇട്ടടിക്കുക, പ്രാന്ത് പിടിച്ചിട്ട് തലടിച്ച് കുത്തുക, അവനൊക്കെ ഭയങ്കര സീനുകളായിരുന്നു. അതൊന്നും ട്രോമയൊന്നും പോകില്ല മനസ്സിന്ന്. ഭയങ്കര എന്താ പറയുക, എപ്പോഴും റൂമിൽ തന്നെ, ഫുൾ ടൈം റൂമിൽ തന്നെ. സ്വയം എന്നോട് തന്നെ ഭയങ്കര ഒരു ദേഷ്യം, വെറുപ്പ്, ഒരു തരം ഒരു സീൻ. പിന്നെ മാറി വന്നു ഇങ്ങനെ. അതായത് കൊറോണ എന്നെ ഹെൽപ്പ് ചെയ്തു. അവിടെയാണ് കൊറോണ എനിക്ക് ഹീറോ ആയത്. വീഡിയോസ് ഇട്ട് തുടങ്ങി, ഞാൻ ഇന്നെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, അതിൽ നിന്നൊരു റവന്യൂ വരാൻ തുടങ്ങി. കഴിച്ചിലായി മക്കളെ. അതുകൊണ്ട് ഈ സിറ്റുവേഷൻ എനിക്കറിയാം, ഈ സെൽഫ് ഹാമിങ് സിറ്റുവേഷൻ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മറക്കൂല. ഞാൻ കടന്നുപോയ സിറ്റുവേഷനൊക്കെ പൊന്നു. Everybody who's targeting me right now, I'm telling you all my truth today, because people in the last couple of months, whoever's targeting me right now, they have sent detectives to Bangalore to find out stories about who I was married to and what I went through and who I was and yada yada yada. People are saying that my father is left in a home. Are you kidding me? Do you think I look like someone who doesn't want to have parents, who enjoys being an orphan? What is up with you guys? Like, there is a level of mental health you need to follow for yourself in order to not hurt another person so much. And I am done giving you guys an explanation. A girl who has lost a child in her stomach, you think I'm going to keep anybody away from their children? My Instagram account is hacked. Now here's the difference. I don't want to be juvenile and I don't want to be petite about everything. I understand when you lose someone, when you lose something that is so beautiful, that is so precious in life, ellarukku kuttonda. And valikamodu, how people act out is not in our hand, it is in their hand. As much as I have been avoiding whoever has been reacting all of this while, my Instagram account got hacked when I was on stage, I guess around that time. And next day or 2 days later, I'm getting messages from people who are saying, ma'am, you don't speak like this, or akka, this is not, is your account hacked or whatever. And I saw that, I figured it out. Maybe, so what if the account was hacked? People do these things. Everybody's accounts go through these things. I quickly spoke to my PR team and they retrieved it. But after I retrieved it, I'm seeing media houses in Tamil Nadu publishing statements about me getting a court order. I mean, how can you publish anything without that court order in my hand? I haven't got anything. I haven't even got a call about something like this. Please understand, anybody in my place, if you were in the same position and someone who was feeling out of everything, did not want to run to the parents, did not want to run to best friends, did not want to run to everybody in the industry, ran to a random girl for help. Yes, I was that random girl who was ready to give that help. When I offered that help, I understood that this situation was far beyond my expertise, so I disconnected my assignment with the so-called person in therapy, and I started being a friend. And a friend can be of any gamut and galor in the world. Who are you to tell me how I should do my friendship with anybody? If you have a problem, don't come to my stories. കെനീഷ പോസ്റ്റ് ചെയ്ത വീഡിയോ ഈസ് ലൈക്ക് 25 മിനിറ്റ്സ് ഉള്ളൊരു വീഡിയോ ആണ്. കെനീഷ ഇതിൽ പറയുന്നത്, കെനീഷയും ജയം രവിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തെറാപ്പിസ്റ്റ് ഹീൽ ചെയ്യാൻ വേണ്ടി ഒരാൾ ലൈഫിലേക്ക് വരുന്നു, അയാളുടെ അവസ്ഥ കണ്ടപ്പോൾ അയാളെ ഹീൽ ചെയ്യാം എന്ന് പറഞ്ഞ് ഒപ്പം കൂട്ടുന്നു. മേ ബി അതിൽ നിന്നൊരു റിലേഷൻ ഗ്രോ ചെയ്തൊരു സിറ്റുവേഷനിൽ എത്തിയിരിക്കാം. ബട്ട് അതിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നാണ് കെനീഷ ചോദിക്കുന്നത്. ബിക്കോസ് ഈ വന്ന വ്യക്തി ഒരു 45 വയസ്സിന് മുകളിലുള്ള ഒരാളാണ്. കെനീഷ ഈസ് 34 or 35 ഐ തിങ്ക്. സോ രണ്ടുപേരും അഡൽട്ട്സ് ആണ്. അവരുടെ ലൈഫിൽ ഇപ്പോൾ കെനീഷ ആണെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു അബോഷനായി, ആ ലൈഫ് ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്ന ഒരാൾ. ജയൻ രവി ഓൾറെഡി ഭാര്യ മക്കൾ വിഷയങ്ങളായിട്ട് ആകെ പ്രശ്നമായി, ബ്ലാക്ക് മാജിക് വരെ ചെയ്ത ആ മനുഷ്യനെ ചോര തുപ്പിച്ച് നടന്ന് അയാളൊരു വിധത്തിലായിട്ടാണ് അയാൾ കെനീഷേൻ്റെ അടുത്ത് ഒരു ഹീലിങ്ങിന് വേണ്ടി എത്തുന്നത്, അല്ലെങ്കിൽ ഒരാളായിട്ട് കാണുന്നത്. അപ്പോൾ അവരത് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം എന്നുള്ളൊരു ചോദ്യം കെനീഷ ചോദിക്കുന്നു. ആൻഡ് അതിലുപരി ഇപ്പോൾ കെനീഷ
ഈ ഒരു സീനിന്നേ വിട്ട് മാറിപ്പോകാൻ. അത് ജയൻ രവി ഇനി എന്തോ ചെയ്തോട്ടെ, ഞാനൊന്നും ഇല്ലേന്ന് പറഞ്ഞ് ഓടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാലക്കാട് ഒരു ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ജയൻ രവിയും കെനീഷയും കൂടി വന്ന ടൈമിൽ 2-3 ദിവസം മുമ്പ്, ആ ടൈമിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്കാവുന്നു. അത് ഹാക്കായിട്ട് അതിൽ നിന്ന് മൾട്ടിപ്പിൾ അക്കൗണ്ടിലേക്ക്, വേറെ കുറേ റാൻഡം അക്കൗണ്ടിലേക്ക് കുറേ ഫോട്ടോ വീഡിയോ മെസ്സേജുകൾ എന്തൊക്കെയോ സാധനങ്ങൾ അയക്കുന്നു, തെറി പറയുന്നു, ചീത്ത പറയുന്നു, അങ്ങനത്തെ സാധനം. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് കെനീഷ ചെയ്യുന്നതെന്നല്ലേ. അങ്ങനത്തെ വിഷയങ്ങളാവുന്നു. അത് അങ്ങനെ പല രീതിയിൽ കെനീഷയുടെ ബാംഗ്ലൂരുള്ള വീട്ടിലേക്ക് ഡിറ്റക്റ്റീവ്സിനെ പറഞ്ഞയക്കുന്നു. അങ്ങനെ വേണ്ട രീതിയിൽ ഇവരെ ഈ ജയം രവിയുടെ ഭാര്യ വീട്ടുകാർ ഉപദ്രവിച്ചു എന്നുള്ളതാണ് കെനീഷ പറയുന്നത്. പിന്നെ സൈബർ ബുള്ളിങ്ങിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നു, കേസായി എന്ന് പറയുന്നു. അങ്ങനത്തെ പല രീതിയിലുള്ള സംഗതികളും അവരെ പ്രൊഫഷനായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഈ ജയം രവിയുടെ വൈഫിൻ്റെ ഫാമിലിയും വൈഫും ഒക്കെ ഇവരെ ഹരാസ് ചെയ്ത് തീർത്ത് കളഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി നോട്ട് എനിമോർ, ഇനി ഇല്ല, വയ്യ, മതിയായി. ജയൻ രവിൻ്റെ പാട്ടിന് എവിടെ വെച്ചെങ്കിൽ പോയിക്കോട്ടെ, ഞാൻ എൻ്റെ ലൈഫായിട്ട് മുന്നോട്ട് പോവുകയാണ്, എനിക്കിനി ഇതിൽ വേണ്ട പറഞ്ഞിട്ട് ഇതിൽ ഇട്ടിട്ട് പോയി. അതാണ് ജയൻ രവി ഇന്നത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞത്. അവരും പോയി ഇവരും പോയി, അവരെ കൊണ്ട് ഇട്ട് പോയിപ്പിക്കാനുള്ള അവസ്ഥയിൽ കൊണ്ടു ചെന്ന് ഇവരെത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ ബാക്കിലൊക്കെ ആരൊക്കെയാണ് ജയൻ രവിയെ പറ്റ തീർക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനിലല്ലേ ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ജയൻ രവി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഇനി എന്ത് പറയാനാ. ഇതിനിടയിൽ ജയൻ രവിയുടെ അമ്മായിയമ്മ വന്നിട്ട് പറയുന്നുണ്ട് 16 വയസ്സുള്ളൊരു മകനാണ്, ആ മകൻ ഇത് കാണില്ലേ, ആ മകൻ ഇതിലും കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് എന്തൊക്കെയോ തെളിവുകൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ആ സ്ത്രീ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ പത്രമാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ട്. അപ്പോൾ അവരുടെ മകളും അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ലൈനാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എവിടെ ചെന്നെത്താൻ, ഇത് ആസ് യൂഷ്വൽ ഒരു എന്താ പറയുക, ഡിവോഴ്സ് കേസിൽ കാണുന്ന, ഒരു സെലിബ്രിറ്റി ഡിവോഴ്സ് കേസിൽ കാണുന്ന ലെവലിലുള്ള ഐറ്റങ്ങളിൽ തന്നെ നിൽക്കും. മനസ്സിലായോ? അതായത് ജയൻ രവി കുറേ ഇനിയിപ്പോൾ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അയാളുടെ വേറെ എന്തെങ്കിലും ലൈഫിലൊരു സിറ്റുവേഷൻ വന്നു പോയാൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല, വന്നു പോയി എന്നല്ലാതെ എന്ത് പറയാൻ, ആർക്കും പോയി ഹെൽപ്പ് ചെയ്യാനോ സഹായിക്കാനോ പറ്റുന്നൊരു ഒരു വ്യക്തിയല്ല, പറ്റുന്നവർ ചെയ്യട്ടെ, അല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാനില്ല. ബട്ട് എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ജയൻ രവിയുടെ വിഷയം എന്ന് മനസ്സിലായത് എന്താ അറിയോ, ഇത് ഒരു ജയൻ രവി മാത്രമൊന്നുമല്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്ന ഒരാണ്. സ്ത്രീകളെ സിറ്റുവേഷൻ ഐ റെസ്പെക്റ്റ്. അങ്ങനത്തെ സ്ത്രീകളുണ്ട്. ആണുങ്ങളുടെ കാരണം കൊണ്ട് ലൈഫ് സ്പോയിലായി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നശിച്ചു പോയ സ്ത്രീകൾ, ജീവൻ പോയ സ്ത്രീകളുണ്ട്. അത് പറയുമ്പോൾ തന്നെ കോയിൻ്റെ അതർ സൈഡിൽ സ്ത്രീകൾ കാരണം ഇല്ലാതായ ആൺ ജന്മങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, അയാൾ കുറച്ച് ഒച്ചെടുത്ത് സംസാരിച്ചു, അയാളുടെ മറ്റേ പത്രസമ്മേളനത്തിനിടയിൽ അയാൾ ടോൺ ഉയർന്നു, അയാൾ എഗ്രസീവായി, അതുകൊണ്ട് അയാൾ നാർസിസ്റ്റാണ്, അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ഇക്വേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഒരു മനുഷ്യൻ്റെ ഇമോഷണൽ ഔട്ട്ബേഴ്സിൽ ചിലപ്പോൾ അയാൾ ചിരിക്കും, കരയും, ചീത്ത പറയും, ഒച്ച ഉണ്ടാക്കും, ഒക്കെ ചെയ്യും. അതൊരു പെണ്ണിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഒരാണിനും ചെയ്യാം. ആണ് ചെയ്യുമ്പോൾ അവിടെ നാർസിസ്റ്റും, പെണ്ണ് ചെയ്യുമ്പോൾ അയ്യോ അത് അവരുടെ സിറ്റുവേഷൻ കാരണം എന്ന് എങ്ങനെ പറയാൻ പറ്റും? ജയൻ രവി ഹാവ് സം വാലിഡ് ക്വസ്റ്റ്യൻസ്. ഇത്രയും വർഷത്തിനിടയിൽ അയാളെ വേറെ ഏതെങ്കിലും സ്ത്രീൻ്റെ ഒപ്പം പിടിച്ചോ? കെനീഷയുടെ കാര്യം നിങ്ങൾ പറയുന്നു. കെനീഷ എന്ന് പറഞ്ഞൊരു ഹീലർ, അത് ഞാൻ ഓപ്റ്റ് ചെയ്ത് ഞാൻ പബ്ലിക്കാക്കി, ഞങ്ങൾ എല്ലാ പബ്ലിക് സ്റ്റേജിലും അപ്പിയർ ചെയ്ത് എല്ലാവരും കാണുകയാണ്, ഞങ്ങൾ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇനി പാർട്ട്നേഴ്സായിട്ടോ ഇരിക്കുകയാണെങ്കിൽ അത് ഇരുന്നിട്ടുള്ളത്. അതിനെന്താ നിങ്ങൾക്ക് പ്രശ്നം? നിങ്ങൾക്ക് എന്നെ വേണ്ടെന്ന് ഇട്ടിട്ട് പോയതല്ലേ, പിന്നെന്താ നിങ്ങൾ കുഴപ്പം? എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തന്നില്ല, ഇനി എന്തിനാണ് നിങ്ങൾ എന്നെ ജീവിക്കാൻ വിടാത്തത് എന്നുള്ള കുറേ ചോദ്യങ്ങൾ ജയൻ രവി ചോദിക്കുമ്പോൾ അവിടെ ജയൻ രവിയെ മാത്രം കുറ്റം പറഞ്ഞ് നടക്കാൻ പറ്റുമോ നമുക്ക്? ലെറ്റ്സ് സീ എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് എന്നുള്ളത്.